ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഒരു പഴഞ്ചൊല്ല് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെ മാർഗമുണ്ടോ അവിടെ വഴികളുണ്ടെന്ന്. വഴിയില്ലാത്ത ഒരു മാർഗം അല്ലെങ്കിൽ വഴിയില്ലാത്തൊരു ജീവൻ നമുക്ക് അസാധ്യമാണ്. പുതിയ വഴികൾ കണ്ടുപിടിച്ചും പുതിയ വഴികൾ രൂപപ്പെടുത്തിയെല്ലാമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ വഴി കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് തുടങ്ങി അനേകം ആപ്പുകൾ ഇന്ന് നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ പോകുന്ന വഴി റൂട്ട് മാപ്പ് വെച്ച് നമുക്ക് കണ്ടെത്താനും സാധിക്കും. അപ്പോൾ നമുക്കൊരിക്കലും വഴി മാറിപ്പോകാനോ വഴി മാറ്റിവിടാനോ ഒന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധ്യമല്ല. ഇന്നത്തെ ഒരു പുതിയ ടെക്നോളജി വെച്ച് ദൈവം പറയുകയാണ്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുകയാണ്, എന്തെന്നാൽ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകും. അപ്പോൾ 2 വഴിയുണ്ട് പ്രിയമുള്ളവരെ. ഒന്ന് നീതിമാൻ്റെ വഴി, 2 ദുഷ്ടൻ്റെ വഴി. നീതിമാൻ്റെ വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവ് അത് അറിയുന്നുണ്ട്, മറ്റത് നശിച്ചു പോകുന്ന പറയുന്നത്. ദുഷ്ടൻ്റെ വഴി നശിച്ചു പോകുന്ന പറഞ്ഞു. നീ പോകുന്ന വഴി ദൈവം അറിയുന്നുണ്ടോ അതോ നീ പോകുന്ന വഴി നശിച്ചു പോകുന്നുണ്ടോ? ഇത് നമ്മൾ കണ്ടെത്തുക. നീ പോകുന്ന വഴി ദൈവം അറിയുന്നുണ്ടെങ്കിൽ നീ എന്താണ്? നീതിമാനായി ജീവിക്കുന്നതാണ് അർത്ഥം. അല്ല, നീ പോകുന്ന വഴി നശിച്ചു പോകുക. നമുക്ക് എവിടെ എത്തിപ്പെടാം? നശിച്ചു പോകാൻ ഇല്ലാതായി തീരുക. എങ്ങും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ ആ വഴി എന്താണ്? ദുഷ്ടൻ്റെ വഴിയാണ്. അതിലാണ് നീ സഞ്ചരിക്കുന്നതെന്ന് ഈ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കണം. നീ പോകുന്ന വഴി ദൈവം അറിയുന്ന വഴിയായി മാറിയ നീ നീതിമാനായി ഈ ഭൂമി ജീവിക്കുന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെ ആവട്ടെ. അതിന് ഈ പ്രഭാതം നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.